ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസയാണ് പുത്തനത്താണിക്കടുത്ത് വെട്ടിച്ചിറയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ജനുവരി 30 മുതൽ ടോൾ പ്ലാസയിൽ ടോൾ പിരിവും ആരംഭിച്ചു. എന്നാൽ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഒരു എമർജൻസി ട്രാക്ക് ഒഴിച്ചിടാതെയാണ് ടോൾ പ്ലാസ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. എന്തെങ്കിലും രീതിയിലുള്ള അത്യാഹിതങ്ങളുണ്ടാകുന്ന സമയം എമർജൻസി വാഹനങ്ങളായ ആംബുലൻസ്, ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള വാഹനങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകാവുന്ന തരത്തിൽ എമർജൻസി ട്രാക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ചട്ടം. എന്നാൽ വെട്ടിച്ചിറയിൽ അത് പാലിക്കപ്പെട്ടിട്ടില്ല. സാധാരണ ട്രാക്കുകൾ വാഹനത്തിരക്കുള്ള സമയങ്ങളിൽ എമർജൻസി വാഹനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്തതിനാലാണ് പ്രത്യേക പരിഗണന ലഭിക്കുന്നതിനായി എമർജൻസി ട്രാക്കുകൾ ഒഴിച്ചിടുന്നത്. ആംബുലൻസുകൾക്കായി ടോൾ പ്ലാസയിൽ പ്രത്യേക ലൈൻ ഉണ്ടായിരിക്കണമെന്ന് തന്നെ നിയമം അനുശാസിക്കുന്നു. പലപ്പോഴും ടോൾ പ്ലാസയ്ക്ക് മുന്നിലെ വലിയ ഗതാഗതക്കുരുക്ക് അടിയന്തര സേവനങ്ങൾക്ക് തടസ്സമാകാറുമുണ്ട്. അടിയന്തര വാഹനങ്ങൾക്ക് വഴിയൊരുക്കാത്തത് നിയമലംഘനമാണെന്നും ഗതാഗത നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. കൂടാതെ ടോൾ പ്ലാസയിൽ എമർജൻസി സാഹചര്യങ്ങളിൽ പ്രത്യേക നിയമങ്ങൾ ബാധകവുമാണ്. ഈ സാഹചര്യങ്ങളിൽ തിരക്ക് കാരണം ടോൾ പ്ലാസകളിൽ ആംബുലൻസുകൾ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. വർഷങ്ങൾക്കു മുൻപ് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ ഗതാഗതക്കുരുക്കിൽ ആംബുലൻസ് കുടുങ്ങി രോഗി മരിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നു. ഇത് ആവർത്തിക്കാതിരിക്കാൻ വെട്ടിച്ചിറ ടോൾ പ്ലാസയിലും എമർജൻസി ട്രാക്ക് വേണമെന്ന ആവശ്യം ശക്തമാണ്. കോഴിക്കോട് പന്തീരങ്കാവിലെ ടോൾ പ്ലാസയിൽ ആംബുലൻസുകൾക്കായി പ്രത്യേകം ട്രാക്ക് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. See